ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും അതേ പേജിലേക്ക് തന്നെ വരിക. രജിസ്ട്രേഷൻ ആവുന്നില്ല. മെയിൽ ഐ ഡിയിലേക്ക് OTP വരുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നു. നമുക്ക് ആധാർ കാർഡ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ മറ്റ് ID കാർഡുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒത്തിരി വിഷയങ്ങളാണ് വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപേക്ഷ അയച്ചു തുടങ്ങി ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനിയൊരു 10 ദിവസങ്ങൾ കൂടെ, 10 ദിവസം ഇല്ല, നമുക്ക് ഏകദേശം ഒരു 8 ദിവസങ്ങൾ കൂടെ അപേക്ഷ അയക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് സെർവർ ബിസിയാകും, എല്ലാവരും കൂടെ അപേക്ഷിക്കും. ഇത്തവണ നമുക്കറിയാം, നമുക്കൊരു സ്കോർ കൂടെ വന്നിട്ടുണ്ട്. അതായത് PhDക്ക് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോർ കൂടെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ അപേക്ഷിക്കും. അപ്പോൾ സെർവർ ബിസിയാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 9 to 5 എന്നുള്ള സമയം ഒഴിവാക്കിയിട്ട് ഏർലി മോർണിംഗ് ഒക്കെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു 5 മണിക്ക്, 6 മണി, 7 മണി, 8 മണി വരെ നമുക്ക് അപേക്ഷിക്കാം. ഈ ഒരു സമയങ്ങളിലാണ് ഇങ്ങനെ സെർവർ ബിസിയാകുന്ന സമയത്ത്. അല്ലെങ്കിൽ രാത്രി ഒരു 10 മണിക്ക് ശേഷം, അതൊരു എത്ര സമയം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ അത്രയും സമയം വരെ. ലേറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മോർണിംഗ് 9 to 5 എന്നൊക്കെ പറയുന്നത് എല്ലാവരും അപേക്ഷിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് വേറൊരു സമയമുണ്ട്. ഉച്ചക്കൊരു 1 മണി മുതൽ 2 മണി വരെയും നമുക്ക് അപേക്ഷിക്കാനുള്ള സമയത്ത്, അത് ലഞ്ച് ടൈമാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷിക്കാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് ഈ ഒരു സെർവർ ബിസി ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവരും കൂടെ അപേക്ഷിക്കുന്ന സമയത്ത് സെർവർ ബിസിയാവും, നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റക്കായി നിന്ന് പോകും. ഒത്തിരി മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മുഴുവൻ സംശയങ്ങളും ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സെർവർ ബിസിയാണ്. ഈ ഒരു സമയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏർലി മോർണിംഗിലും ലേറ്റ് നൈറ്റിലും നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം, അടുത്തതൊരു ID കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. മാക്സിമം നിങ്ങൾ ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള IDകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യാം. ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാർ നമ്മുടെ കയ്യിലുള്ള നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമുക്ക് OTP ലഭിക്കില്ല. OTP ലഭിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപേക്ഷ അയക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ SSLC ബുക്കിൻ്റെ ഒരു കോപ്പി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. കാരണം അതിലാണ് നമ്മുടെ പ്രാഥമികമായ വിവരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിൽ നോക്കി തെറ്റാതെ തന്നെ നിങ്ങൾ അപേക്ഷ അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ID ആയിട്ട് പാസ്പോർട്ട് ഉപയോഗിക്കാം, റേഷൻ കാർഡ് ഉപയോഗിക്കാം, ആധാർ കാർഡ് ഉപയോഗിക്കാം, വോട്ടർ ID ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള ഫോട്ടോ IDസും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പരീക്ഷാ സെൻറ്ററുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. അടുത്തുള്ള സിറ്റീസ് തന്നെ സെലക്ട് ചെയ്യുക. ഇത്തവണ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സിറ്റീസ് തന്നെ ലഭിക്കും. കാരണം ഒരു ദിവസമാണ് പരീക്ഷ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്കുണ്ടാവും. നമുക്കറിയാം, ഇത്തവണ CBTയിൽ നിന്ന് മാറിയിട്ട് OMRലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജുകളിലൊക്കെ വെച്ചിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. ഈ CBTയിൽ നിന്നും OMRലേക്ക് മാറുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതിൽ വരാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയാനുണ്ട്, അത് നമുക്ക് പറയാം. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. ഇപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് പ്രധാനപ്പെട്ടത് OBC ആണ്. OBC എന്ന് പറയുന്നത് NCL, അത് സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളതായിരിക്കണം. നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരമുള്ളത് അല്ല ആവശ്യമുള്ളത്, സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത് തന്നെ വേണം. സെൻട്രൽ ലിസ്റ്റ് പ്രകാരം എന്ന് പറയുന്നത് താലൂക്കിൽ നിന്ന് വാങ്ങുന്നതായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത് വാങ്ങുക, താലൂക്കിൽ നിന്നുള്ളത് വാങ്ങുക. ഓക്കെ, ആ കാര്യം ഓർത്തു പോകുക. സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരമുള്ളതല്ല, സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളതാണ്. അപ്പോൾ OBC NCLന്റെ കാര്യത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുക്കാം. നിങ്ങൾക്കത് ലഭിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അതിൻ്റെ വാർഷിക വരുമാനമൊക്കെ നിങ്ങൾക്ക് വില്ലേജിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത് ഒരു 90% പേർക്കും ലഭിക്കും. അത് വാർഷിക വരുമാനം ഒരു പരിധി കഴിഞ്ഞാൽ 8 ലക്ഷമാണെന്നാണ് അറിവ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവൂ. നിങ്ങൾക്കത് നിങ്ങളുടെ വില്ലേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം,
EWS നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് താലൂക്കിൽ നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾക്ക് സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ള എക്കണോമിക്കലി വീക്കർ സെഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം EWS സെലക്ട് ചെയ്യാം. പലർക്കും അബദ്ധം പറ്റുന്നതാണ്, EWS സെലക്ട് ചെയ്യും, സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അപ്പോൾ നമുക്ക് നെറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ EWS പ്രകാരമാണ് നിങ്ങൾ നെറ്റ് നേടിയതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് അതിന് കൂടെ ഉണ്ടാവണം. സോ അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും താലൂക്കിൽ അന്വേഷിക്കുക. വില്ലേജിൽ അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന സംശയം ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറയാനുള്ള ഒരു OMRലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. 80% നമ്മുടെ മുഖം കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ ചെവികൾ വിസിബിൾ ആയിരിക്കണം. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് വർഷാവർഷം കണ്ടുവരാറുള്ളത്. എന്നാൽ CBT മോഡായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള കമ്പ്യൂട്ടർ സെന്ററുകൾ NDA റെന്റിനെടുത്തിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. എന്നാൽ ഇത്തവണ UGC കീഴിലുള്ള കോളേജുകളിലൊക്കെ ആയിരിക്കും പരീക്ഷകൾ നടക്കുന്നത്. അതുകൊണ്ട് ഒഫീഷ്യൽ അതോറിറ്റി അവർക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 80% മുഖം വിസിബിൾ ആയിരിക്കണം, ചെവി വിസിബിൾ ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്, അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. വൈറ്റോ ബ്ലൂവോ ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ ഫേസും ഇയറിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ അങ്ങനെയല്ല കൊടുത്തതെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു രീതിയിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് എൻട്രി അനുവദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോ ആയിരിക്കരുത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാക്സിമം KB പറയുന്നുണ്ട് 200 ആണ്. സിഗ്നേച്ചറിന്റെ കാര്യത്തിലും ഇതേ തന്നെയാണ്, മാക്സിമം KB 30 ആണ്. അപ്പോൾ ഫോട്ടോയുടെ കാര്യത്തിൽ അതിന്റെ സൈസ് കൃത്യമായിരിക്കണം. അത് നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ലഭിക്കും. അതിന്റെ നീളം വീതി കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ കാര്യത്തിലും അതിനും ഒരു സൈസ് ഉണ്ട്, ആ കാര്യം കൃത്യമായിട്ട് നോക്കുക. പിന്നെ പറയാനുള്ളത്, ഏതെങ്കിലും ഡോക്യുമെന്റ് അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ നമുക്ക് EWSO അല്ലെങ്കിൽ OBCയിൽ NCL സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ നിങ്ങൾ എവിടെയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ OBC NCLോ EWS സർട്ടിഫിക്കറ്റോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ OBC NCL EWS നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ലിസ്റ്റ് പ്രകാരം താലൂക്കിൽ നിന്നും ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കുമോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. സെർവർ ബിസി കാരണം നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നില്ല. അതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് അപേക്ഷിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉച്ച സമയത്ത് അപേക്ഷിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് OBC NCL EWS സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, താലൂക്കിൽ നിന്നാണ് വാങ്ങേണ്ടത്. സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളതാണ് വേണ്ടത്. അത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വില്ലേജിൽ അന്വേഷിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അത് അന്വേഷിച്ചതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുക. OBC NCLന്റെ കാര്യത്തിൽ ഒരു 90% പേർക്കും അത് ലഭിക്കും. അതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫോട്ടോ 80% ഫേസ് കാണുന്ന രീതിയിൽ ചെവി വിസിബിൾ ആയിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈസ് 200 KB, സിഗ്നേച്ചറിൻ്റെ സൈസ് 30 KB. ഫോട്ടോയുടെ നീളം വീതി സിഗ്നേച്ചറിൻ്റെ ആ ഒരു സൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത്, ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട ഒട്ടുമിക്ക പേർക്കും നമ്മൾ കൃത്യമായിട്ട് മറുപടികൾ നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയം, PG ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. PG ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, അതായത് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന PG ഉള്ളവർക്ക് പഠിക്കാൻ സാധിക്കുമോ, അവർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് യാതൊരു നിബന്ധനയും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ODL പ്രോഗ്രാമിലൂടെ ആയാലും അല്ലാതെയും എടുത്ത PG ഉള്ളവർക്കൊക്കെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇൻ്റഗ്രേറ്റഡ്
പി ജിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 വർഷ പി ജിയുടെ കാര്യമൊക്കെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തതാണ്. അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതിലൊന്നും തന്നെ പ്രോബ്ലം ഇല്ല. അത് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കാണ് അത് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് 4ാം വർഷത്തിൽ പഠിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ നെറ്റ് എക്സാമിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ അപ്പിയറിംഗ് ആണോ പാസ്ഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് വർഷമാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നത്, അത് ആ ഒരു വർഷവും നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.